നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും പ്രശസ്തനായ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ ആര് എന്ന് ചോദിച്ചാൽ അത് പ്രശാന്ത് കിഷോർ തന്നെയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് വരെ. പക്ഷെ അദ്ദേഹം ഇപ്പോൾ പണി മതിയാക്കുകയാണ്. നാണക്കേട് കൊണ്ടാണ് പണി മതിയാക്കി പുറത്തിറങ്ങുന്നത് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. കാരണം ഈ രാജ്യത്തെ വിവിധ തെരഞ്ഞെടുപ്പുകളിൽ നരേന്ദ്രമോദിയെ ആദ്യം തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ചതടക്കം അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തി പ്രശാന്ത് കിഷോർ ആയിരുന്നു. 2014 തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്ക് എല്ലാ വെള്ളവും വളവും നൽകിയത് പ്രശാന്ത് കിഷോർ ആയിരുന്നു. അതുപോലെ യോഗി ആദിത്യനാഥിൻ്റെ തെരഞ്ഞെടുപ്പ്, ഇവിടെ തെക്കേ ഇന്ത്യയിലാണെങ്കിൽ DMK വിജയിച്ച MK സ്റ്റാലിൻ മുഖ്യമന്ത്രിയായ തെരഞ്ഞെടുപ്പ്, കർണാടകത്തിലെ സിദ്ധാരാമയ്യ സർക്കാരിൻ്റെ തെരഞ്ഞെടുപ്പ്, അതുപോലെ പഞ്ചാബിലെ തെരഞ്ഞെടുപ്പ്, ഇങ്ങനെ ഒട്ടനവധി തെരഞ്ഞെടുപ്പുകളിൽ പിന്നിൽ നിന്ന് എല്ലാവിധ തന്ത്രങ്ങളും പയറ്റിക്കൊടുത്തത് അല്ലെങ്കിൽ പറഞ്ഞുകൊടുത്തത് പ്രശാന്ത് കിഷോറിൻ്റെ കമ്പനി തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വിജയമെല്ലാം അദ്ദേഹത്തിനും കൂടി അവകാശപ്പെട്ടതായിരുന്നു എന്ന് നമ്മുടെ രാജ്യം പലവട്ടം പറഞ്ഞതാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം സ്വീകരിച്ച നിലപാട്, അദ്ദേഹം എടുത്ത പണി, അത് വലിയ രീതിയിൽ വിമർശനത്തിനിടയാക്കുകയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വില കളയുകയും ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഞാനിനി ഈ പണിക്കില്ല, തൻ്റെ പണി മതിയാക്കുന്നു എന്ന പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. നമുക്കറിയാം, അദ്ദേഹം ഇത്തവണ എടുത്ത നിലപാട് എന്ന് പറയുന്നത് BJPയുടെ നാവായി പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അമിത്ഷാ എന്തു പറയുന്നുവോ, നരേന്ദ്രമോദി എന്തു പറയുന്നുവോ അതിനനുസരിച്ചുള്ള സീറ്റുകൾ ഇന്ത്യയിൽ BJPക്ക് ലഭിക്കുമെന്ന് ജനങ്ങളോട് മറ്റു ചാനലുകളിൽ ഇരുന്ന് അഭിമുഖമായി പറയുക എന്നുള്ള പണി മാത്രമാണ് പ്രശാന്ത് കിഷോർ എടുത്തത്. BJPക്ക് 300 സീറ്റ് കിട്ടും എന്ന് അദ്ദേഹം പലവട്ടം പറഞ്ഞു. അതിന് ചെറിയൊരു മാറ്റം വരുത്താൻ വേണ്ടി അദ്ദേഹം BJPയുടെ 370 സീറ്റ് കിട്ടും, 400 സീറ്റ് കിട്ടും എന്നുള്ള വാദത്തെ തകർത്തുകൊണ്ട് ഇദ്ദേഹം 300 സീറ്റ് കിട്ടും എന്നുള്ളത് പറഞ്ഞു. കാരണം BJPയെ ജയിപ്പിക്കുക എന്ന് മാത്രമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. 400 സീറ്റ് കിട്ടുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞപ്പോഴാണ് ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ച് ദളിതരുടെയും OBC വിഭാഗത്തിൻ്റെയും ന്യൂനപക്ഷങ്ങളുടെയും ഇടയിൽ ഇന്ത്യയുടെ ഭരണഘടന, ഡോക്ടർ അംബേദ്കർ ഉണ്ടാക്കിയ ഭരണഘടന തന്നെ മാറ്റി എഴുതാൻ സാധ്യതയുണ്ട് നരേന്ദ്രമോദി എന്നുള്ളൊരു ആശങ്ക വന്നപ്പോഴാണ് 400 സീറ്റ് 300 സീറ്റാക്കാൻ BJP തീരുമാനിച്ചത്. ആ സമയത്താണ് BJPക്ക് 300 സീറ്റ് കിട്ടുമെന്ന് മാധ്യമങ്ങളിലൂടെ പ്രശാന്ത് കിഷോർ വിളിച്ചു പറഞ്ഞത്. അവിടെയാണ് അമിത്ഷാ അടക്കമുള്ളവർ BJPക്ക് 310 സീറ്റ് ഉറപ്പായി എന്ന് പറഞ്ഞത്. അങ്ങനെ മാധ്യമങ്ങളുടെ വിശ്വാസ്യതയും എക്സിറ്റ് പോൾ ഏജൻസിയുടെ വിശ്വാസ്യതയും ഒക്കെ തകർക്കുന്നതിന് മുന്നിൽ നിന്നത് BJPയുടെ നാവായി മാറേണ്ടി വന്നത് കൊണ്ടാണ് പ്രശാന്ത് കിഷോറിന് എന്ന് തെളിഞ്ഞതോടെയാണ് അദ്ദേഹം ഈ പണി മതിയാക്കാൻ ഇപ്പോൾ നിർബന്ധിതനായത്. അദ്ദേഹം 300 സീറ്റിൽ കൂടുതൽ BJP ലഭിക്കുമെന്നും രാഹുൽ ഗാന്ധി ഒരു ട്രെൻഡിംഗ് ആയി മാറിയിട്ടില്ല എന്നും പ്രതിപക്ഷം ഒന്നും ചെയ്യാൻ ഈ രാജ്യത്ത് ആകില്ല എന്നുമൊക്കെ നിരന്തരം വിളിച്ചു പറഞ്ഞതൊരു രാജ്യത്തെ ഒരു നേതാവിൻ്റെ വേഷത്തിലല്ല, ഒരു BJP നേതാവായിട്ടല്ല, മറിച്ച് ഒരു സ്ട്രാറ്റജിസ്റ്റ് അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ എന്നുള്ള രീതിയിൽ ഈ രാജ്യത്തെ പ്രതിപക്ഷത്തെ കളിയാക്കാനും പ്രതിപക്ഷത്തെ തകർക്കാനും BJPയുടെ കൂടെ നിന്ന പ്രശാന്ത് കിഷോർ അവസാനം തെരഞ്ഞെടുപ്പ് വിധി വന്നപ്പോൾ, തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വന്നപ്പോൾ കട്ടയ്ക്കാണ് NDAയും ഇന്ത്യ മുന്നണിയും എന്ന് വ്യക്തമായതോടെ അദ്ദേഹത്തിന് ഇനി പറയാൻ വാക്കുകളില്ല. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 4-ാം ദിവസം തൻ്റെ പണി ഇനി മതിയാക്കുന്നുവെന്നും താൻ ഇനി നമ്പറുകൾ വെച്ച് ആരുടെയും കണക്ക് പറയില്ല, ഏതു പാർട്ടി എത്ര നേടുമെന്ന് പറയില്ല എന്നുള്ള തീരുമാനമെടുത്തിരിക്കുന്നതും. ഏതായാലും സ്ട്രാറ്റജിസ്റ്റും അതുപോലെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞതയും ഒക്കെ നല്ലതാണ്. പക്ഷേ മറ്റുള്ളവരുടെ നാവായി മാറുമ്പോൾ, ഒരു ഫാനായി മാറുമ്പോൾ അത് ജനങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് രാജ്യത്ത് കത്തി നിന്ന പ്രശാന്ത് കിഷോർ പോലും അരങ്ങൊഴിഞ്ഞ് പോകേണ്ടി വന്നത്.